നീ വാ സുശീലേ. വിട്ടടോ കയ്യേ. ദേ നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി. ഇറങ്ങണോ പുറത്ത്. അത് ശരി, എന്റെ വീട്ടിൽ നിന്ന് എന്നോട് ഇറങ്ങാനോ? എടീ, എന്റെ 9,000 രൂപ ഞാൻ നിന്നിലൂടെ തന്നെ മുതലാക്കും. മോനെ, ഇന്ദ്ര, വീണ്ടും അയാളെ വിളിക്കുകയാണല്ലോ. ഇത് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ അപകടോ. എന്താ എന്താ നിങ്ങക്ക് വേണ്ടത്? എനിക്കൊന്നും വേണ്ട സുശീലേ. നിന്നെ ശല്യപ്പെടുത്താനുമല്ല ഞാൻ തിരിച്ചു വന്നത്. മരണം കൊണ്ടുപോകാത്തത് കൊണ്ട് മാത്രം ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്നവനാ ഞാൻ. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നേ? നിങ്ങൾ ചത്തുതൊലയം പ്രാർത്ഥിച്ചു വിളഞ്ഞ ഇനിയും വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചോളൂ. എത്രയും വേഗം ഈ ഭൂമിയിൽ നിന്ന് പോകണമെന്ന എൻ്റെയും ആഗ്രഹം. എനിക്ക് എൻ്റെ മക്കളെ ഒന്ന് കാണണമായിരുന്നു. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ വിളിച്ചത്. മക്കളോ? ആരുടെ മക്കളാ? ജനിപ്പിച്ചത് കൊണ്ട് മാത്രം തന്തയാവില്ല. തന്തയുടെ കടമകൾ ചെയ്യണം. എന്റെ മക്കൾക്കേ അച്ഛനില്ല. അയാൾ മരിച്ചതിന് തുല്യം കരുതിക്കൊള്ളണമെന്നാ ഞാൻ അവരെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. അവര് കരുതുന്നതും അങ്ങനെ തന്നെയാ. സുശീലേ, മതി. എനിക്കിനി ശബ്ദം പോലും കേക്കണ്ട. ഇനി മേലാൽ എന്നെ വിളിക്കുകയോ തേടി വരികയോ ചെയ്യരുത്. ഇനി എന്റെ മക്കൾക്ക് വേണ്ടി അവകാശം പറഞ്ഞു വന്ന ദേ അവരെ കൊണ്ട് തന്നെ സ്വന്തം തന്തയെ തല്ലി ഓടിക്കും ഞാൻ. സുശീല അതിനും മടിക്കില്ലെന്ന് നിങ്ങൾക്കറിയാലോ. അറിയാം സുശീലേ. നിന്നെ എനിക്കറിയും പോലെ ആർക്കാ അറിയുന്നത്? മരിക്കും മുമ്പ് മക്കളെ ഒന്ന് കാണണമെന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ഇത്രയും കാലം ജീവനോടെ ബാക്കിയായത് എൻ്റെ മക്കളെ കാണാൻ വേണ്ടിയാണെന്ന് തോന്നിപ്പോയി. എങ്കിലേ വെറും തോന്നല് മാത്രമാണെന്ന് കരുതിക്കോ. മക്കളെ കണ്ട് ആത്മശാന്തി അടയാൻ വന്നിരിക്കുന്നു. ദേ സമ്മതിക്കില്ല ഞാൻ. നിങ്ങളുടെ ആത്മാവേ ശാന്തി കിട്ടാതെ അലയണം. എങ്കിലേ സുശീലയ്ക്ക് നിങ്ങളോടുള്ള പകയടങ്ങൂ. വെച്ചിട്ട് പോ. പൊയ്ക്കോ എങ്ങോട്ടെങ്കിലും. എന്റെ മക്കളുടെയും കൺമുമ്പിൽ വരാതെ എവിടെങ്കിലും പോയി ചത്തു തൊലയേ. സത്യാവരുതേ. അയ്യോ, ഇതൊരു ദുസ്വപ്നം മാത്രം അവിടെ ഈശ്വരന്മാരെ. അയ്യോ, എനിക്കിതൊന്നും കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആന്റി. 18 കൊല്ലം മുമ്പ് കുടുംബം ഉപേക്ഷിച്ചു പോയ ഭർത്താവ് വീണ്ടും തിരിച്ചു വരിക. അല്ല, അയാൾ ഇത്രയും കാലം എവിടെ ആയിരുന്നു? മരുഭൂമിയിലെ നരകത്തിലായിരുന്നു എന്നാ പറഞ്ഞേ. ഓ, അപ്പൊ ആടുജീവിതമായിരിക്കും. എന്തായാലും കഥ കൊള്ളാം. ആന്റി ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഓ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഹർഷേ. അയാൾ ഏത് നരകം താട്ടി വന്നാലും എന്റെ ഫോൺ നമ്പർ എവിടെ നിന്ന് കിട്ടി? ഒരാളുടെ നമ്പർ തപ്പിയെടുക്കാനേ ഒരു പാടുമില്ല. അയാൾ ഗൾഫിലൊക്കെ ജോലി ചെയ്ത ആളാണെങ്കിൽ പല കോണ്ടാക്ട്സും അയാൾക്ക് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ എന്റെ വീടും കുടുംബം അഡ്രസ്സും ഒക്കെ അയാൾ മനസ്സിലാക്കി വെച്ച് കാണില്ലേ ഹർഷേ? അങ്ങനെയൊന്നും ആവില്ല. നമ്പർ ഏതെങ്കിലും രീതിയിൽ നേരത്തെ മനസ്സിലാക്കി വെച്ചതാവും. ഒന്ന് വിളിക്കണമെന്ന് തോന്നി, അപ്പൊ അയാൾ വിളിച്ചു. അനുകൂലമായ മറുപടിയാ കിട്ടുന്നതെങ്കിൽ വീട്ടിൽ വരാന്ന് വിചാരിച്ചു കാണും. പിന്നെ
മേലിൽ എന്നെ വിളിക്കാൻ പാടില്ലെന്നും പറഞ്ഞാ ഞാൻ ഫോൺ വെച്ചത്. ആ എന്തായിരുന്നു അയാളുടെ ആവശ്യം? വേറൊന്നും വേണ്ട, മക്കളെ ഒന്ന് കണ്ടാ മതിയെന്നാ പറഞ്ഞത്.